ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ നമുക്ക് ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ നമുക്ക് ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണേനും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഒരു കിണ്ണത്തപ്പം തന്നെയുണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ ചക്കക്കുരു കൊണ്ടാണല്ലോ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. ഇത്രയും ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ തോലൊന്നും നമുക്ക് കളയണ്ട. ഈ തോലിലാണ് കൂടുതലായിട്ടുള്ള പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് കൂടുതലും. പിന്നെ ചക്കക്കുരു എന്ന് പറയുന്നത് നമുക്ക് ഫൈബർ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ്. കാൽസ്യം, അങ്ങനെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ലതാണ് നമ്മുടെ ഈ ചക്കക്കുരു. അപ്പോൾ ആ ചക്കക്കുരു ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബൗളിൽ ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ആദ്യം തന്നെ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി ഒന്നിട്ട് അരച്ച് കൊണ്ടുവരാം. അതിന് വേണ്ടി ഞാനിത് ഇട്ട് കൊടുക്കട്ടെ. ഈ ചക്കക്കുരു ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. വേവിച്ച ചക്കക്കുരു ഉള്ളത് അതാണ് നമ്മളിപ്പോൾ ഈ അരയ്ക്കണത്. അത് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് നന്നായില്ലേ. വേവിച്ച ചക്കക്കുരുവാണ്. അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാൻ ആ ചക്കക്കുരു നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ നാളികേരം കൂടി ഒന്നും കൂടി ചതച്ചെടുക്കാം. അരയൊന്നും വേണ്ട, ഒന്നും കൂടി ചതച്ചെടുക്കാം. നാളികേരം ഞാൻ ഒന്നും കൂടെ ഒതുക്കി എടുത്തിട്ടുണ്ട്. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി കണ്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ടു. നമുക്കിനി കുറച്ച് വെള്ളം ആവശ്യത്തിന് കൂട്ടിയിട്ടുണ്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പോലെയിട്ടേ. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടി ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരു വളരെ നല്ലതാണ്. അതും ആ തോലോട് കൂടിയിട്ടല്ലേ, വളരെ നല്ലതാണ്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും നന്നായിട്ട് ഒന്നിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ചൂടായി വരുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് വറുത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതേപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നമ്മളുടെ നാളികേരക്കൊത്ത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമുക്കിനി വറുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാനായിട്ടാണ് ഈ പാത്രത്തിലേ. ഇത് നമുക്ക് ഇടയിലിടയിൽ കടിക്കും ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്ക് നന്നായി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലുണ്ടല്ലോ കുറച്ച് നെയ്യാണ്ട് പരട്ടി കൊടുക്കാം. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നമുക്കിതിൻ്റെ അടിഭാഗത്തേക്ക് നാളികേരക്കൊത്ത് കണ്ടില്ല ഇവിടെ വയ്ക്കാം. കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പും നമുക്കിനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നും ഇങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ഈ പാത്രം കൂടെ ഇറക്കി വെക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്കുണ്ടല്ലോ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും അതേപോലെ നാളികേരക്കൊത്തും നമുക്ക് മേലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ രണ്ട് ഭാഗം കൂടി അപ്പം ഉള്ളിലും നമ്മൾ വെച്ചിട്ടുണ്ട്, മേലെയുണ്ട് അടിയിലും. അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് ഇടയിൽ കടിക്കുമ്പോഴേ. നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 20-25 മിനിറ്റ് കട്ടി ആയിക്കോട്ടെ. അതുവരെ ആയിക്കോട്ടെ. 20 മിനിറ്റ് എന്തായാലും വേണം. 20-25 ഇടയിലായിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. നമുക്കിതൊന്ന് തുറന്നിട്ട് ആയോന്നൊന്ന് നോക്കുക. ഒന്നും കൂടി ഇങ്ങോട്ട് ആയിക്കോട്ടെ. ഒന്നും കൂടി നോക്കട്ടെ ഞാൻ. കണ്ടുക ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ടിടാം കേട്ടോ. ഒന്നും കൂടെ ചൂട് പോയതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് എടുത്തത്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം. ഒന്നും ഇങ്ങോട്ട് തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചക്കക്കുരു വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം. ഇത് ദേഹത്തിന് വളരെ നല്ലതാണ്. ഫൈബർ നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. പിന്നെ എല്ലാ വിറ്റാമിൻസും അടങ്ങിയിരിക്കുന്നതാണല്ലോ ചക്കക്കുരു. അതുകൊണ്ടാണ് അതിൻ്റെ തോല് പോലും ഉപേക്ഷിക്കരുതെന്ന് പറയണത്. അപ്പം അത്രയും നല്ലതാണ് നമുക്ക് ഇതേപോലെ ഈ ചക്കക്കുരു വെച്ചിട്ട് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്നാലും ഇതൊന്ന് മുറിച്ച് നോക്കുക. കണ്ടില്ലേ? നല്ല അസലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ചക്കക്കുരു കിട്ടുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പോൾ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം.